മക്കളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മക്കളുടെ കൂട്ടായ്മയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു പക്ഷേ ചില ദിവസങ്ങളെല്ലാം മാനസികമായോ ആത്മീയമായോ വളരാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ കൂട്ടായ്മയിലേക്ക് പങ്കുചേരുമ്പോൾ ആയിരക്കണക്കിന് മക്കളുടെ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് കടന്നു വരും. നമുക്ക് ശ്രദ്ധിക്കണ്ടേ ഇന്നത്തെ വചനം? ഇന്ന് പരിശുദ്ധാത്മ തരുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 26-ാം വാക്യം. ഗർഭചിത്രമോ വന്ധ്യതയോ നിന്റെ നാട്ടിൽ ഉണ്ടാകുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും. ആർക്കാണ് ഈ വാഗ്ദാനം? ദൈവവചനം ശ്രവിക്കുന്നവർക്ക്, ദൈവവചനം ധ്യാനിക്കുന്നവർക്ക്, ദൈവവചനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് ഈ വാഗ്ദാനം. ഏത് വാഗ്ദാനം? ഗർഭചിത്രം നിന്റെ വീട്ടിലുണ്ടാകുകയില്ല, വന്ധ്യത നിന്റെ തറവാട്ടിൽ ഉണ്ടാകുകയില്ല, മാത്രവുമല്ല ദീർഘായുസ് നൽകി നിന്നെ അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ വചനം ഒരു ആത്മീയമായ ആയുധമാണ്. ഈ ആയുധം എടുത്ത് വെട്ടി തകർത്ത് മുന്നോട്ട് നീങ്ങാനാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാ നവജാത ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. യുവജനങ്ങൾ വിദേശത്തോ സ്വദേശത്തോ ജോലിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു നല്ല ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അത് സംലഭ്യമായി തീരാനായിട്ട് പ്രാർത്ഥിക്കണം. മാത്രവുമല്ല പെടും മരണങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് യാത്ര ചെയ്യുന്നു. ആകാശത്തിനും ഭൂമിയിലും വെള്ളത്തിലും ഒക്കെ നടന്നു നീങ്ങുന്ന എത്രയോ മരണങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൈവമായ കർത്താവ് പറയുന്നു, വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് വന്ധ്യത ഉണ്ടാകുകയില്ല, ഗർഭഛിദ്രം ഉണ്ടാകുകയില്ല, പിന്നെയോ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.